ആഴ്സണൽ അങ്ങനെ വീണ്ടും പ്രൂവ് ചെയ്തേക്കാണ് എന്തുകൊണ്ടാണ് അവര് ബോട്ടിലേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് മണ്ടത്തരമാണ് അവന്മാർ കാണിച്ചത്. സെക്കൻഡ് ഹാഫില് കഴിഞ്ഞോടെ 1-1 എൻഡ് ചെയ്തോടെ ആഴ്സണലിന്റെ ടീം സ്ട്രെങ്തും PSG-യുടെ ടീം സ്ട്രെങ്തും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. ഓരോ സബ് ഇറങ്ങും തോറും ആഴ്സണലിന്റെ സ്ക്വാഡ് സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കുന്നത്, PSG-യുടെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് ഇവന്മാരെന്നാണ് തോന്നിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 10ാം ക്ലാസ്സിലെ പിള്ളേർ 5ാം ക്ലാസ്സിലെ പിള്ളേരായിട്ട് ഫുട്ബോൾ കളിക്കേണ്ട അവസ്ഥയായി. ആ ഒരു തോന്നലാണ് തോന്നിയത്. കാരണം ഡെമ്പല്ലേ പോയി, കവർസ്കേലി ഇല്ല, പിന്നെ എക്സ്ട്രാ ടൈമിന്റെ ഹാഫ് ആയപ്പോഴും വിറ്റീനി ഇല്ല. അപ്പം മേജർ പില്ലേഴ്സ് ഒന്നും PSG-ക്ക് ഇല്ല. എന്നിട്ട് ഇവന്മാര് എന്ത് പൊട്ടത്തരോട് അരമണിക്കൂർ കാണിച്ചോണ്ടിരുന്നത്, വെറുതെ ഡിഫെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് ടാക്ടിക്സ് ആണ്, എന്ത് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇംഗ്ലണ്ട് ചാമ്പ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ശോകമാണ് കാണിച്ചത്. ശരിക്കും ഇന്ന് ആ പെനാൽറ്റിയിലെങ്കിലും ആഴ്സണൽ ജയിച്ചിരുന്നെങ്കിൽ ശരിക്കും ഒരു ഡിസപ്പോയിന്റിങ് വിൻ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ടീം ഇപ്പൊ വേറെ ഏത് ടീമാണ് നമ്മള് ഇപ്പൊ കാണുന്നതാണ്. ഇവർ ഇത്രേ ഉള്ളൂ, ചെറിയൊരു ടീമാണ്, നമുക്ക് അടിക്കാന്നുള്ളൊരു സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീം അവരെ വെച്ചേക്കില്ല. മാക്സിമം ഗോൾ സ്കോർ ചെയ്യാൻ നോക്കും. മാക്സിമം ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോട്ടെ നോക്കാം. എന്നാലും ആ ഒരു 30 മിനിറ്റ്, ലാസ്റ്റ് 30 മിനിറ്റ് ഒരു 7-8 ഷോട്ടെങ്കിലും അവർക്ക് ആ ടാർഗറ്റെങ്കിലും ചെയ്യായിരുന്നു. ഗെയിം തീരുമ്പോ ഏതോ 2 ഷോട്ട് ഓൺ ടാർഗറ്റ് എന്തുള്ളൂ ആ മാച്ചിൽ മൊത്തം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത്രയും ഡിസപ്പോയിന്റിങ് പെർഫോമൻസ് ആണ് ആഴ്സണൽ ചെയ്യുന്നത്. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിന്റെ അർട്ടറ്റ എന്താ അപ്പുറത്ത് കാണുന്നത്, റൊണാൾഡോ സിദ്ധാരൊക്കെ എന്നുള്ള രീതിയിലാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളെ പിടിക്കാൻ 3 പേര്, അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അത് ആരൊക്കെയാന്ന് പോലും മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ ഒരു ഓരോ സബ് ഇറങ്ങും തോറും PSG വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് അവന്മാര് ലാസ്റ്റ് പെനാൽറ്റിയിലോട്ട് വേണം. അതിന്റെ പെനാൽറ്റിയും തോറ്റി. അതും സഫനോ അവനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ജഡ്ജ്മെന്റ് പോലും ഇല്ല. ഇപ്പുറത്തോട്ട് അടിച്ച് അപ്പുറത്തോട്ട് വേണ്ട, എന്നിട്ട് പുറത്തോട്ട് 2 അടിച്ചാണ് ഞാൻ. അതും കോമഡി. ശരിക്കും ജോ ക്ലബ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ഒരു രീതിയിലാണ് അവന്മാർ പെർഫോം ചെയ്തത്. ചെൽസി ഫാൻസ് ഒരു ചാന്റ് ഉണ്ട്, ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ് യു വിൽ നെവർ സിങ് ദാറ്റ്. അത് ആണിയടിച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേ ആയിരുന്നു ഇന്നത്തെ നമ്മൾ കണ്ടത്. ഇത്രയും ഒരു ലക്കി ചാൻസ് ആസണല് ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യാൻ കിട്ടി. ഒരു ടീമിനും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടൂല. ഇത്രയും അവരുടെ മെയിൻ പ്ലേയേഴ്സ് എല്ലാം, കവർസ്കേലിയ ഇഞ്ചോർഡാണ്, ഡംബൽ ഇഞ്ചോർഡാണ്, വിറ്റീനി ഇഞ്ചോർഡാണ്. അങ്ങനെയൊക്കെ ഒരു ടീമിനും അങ്ങനെ ഒരു ലക്ക് കിട്ടൂല. എന്നിട്ടും ഇവന്മാർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ബോധം ഉണ്ടായില്ല. ശരിക്കും കോമഡി പീസായി, ഒന്നും പറയാനില്ല. ഇനിയിപ്പോ അവന്മാരുടെ അടുത്ത് ചോദിച്ചാൽ പറയും ഞങ്ങൾ ഫൈനലിൽ പെനാൽറ്റി വരെ എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞോളെ. വല്ലാത്ത, നിങ്ങൾ ആലോചിക്കണം, സബ് വരുന്തോറും ഓരോ സബും സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് ഹവേർഡ്സ് പോകുമ്പോ വന്നത് കോക്രസ്, ഒഡിഗാർഡ് പോകുമ്പോ വന്നത് എസ്, എല്ലാം നല്ല ചിം പ്ലേയേഴ്സിനെ വെച്ചാണ് പുള്ളി ഡിഫെൻഡ് ചെയ്തെന്ന് ആലോചിക്കണേ. എങ്ങനെ ഇത്ര സ്റ്റാൻഡേർഡ് ഡ്രോപ്പ് ആയിട്ട് ഒരു ഫൈനലും കണ്ടിട്ടില്ല. ഏത് ഫൈനൽ നോക്കിയാലും മോശം ഫൈനലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് അത് മോശമാക്കി തോക്കുക എന്നൊക്കെ പറഞ്ഞ, പെനാൾട്ടി കൊണ്ട് എത്തിക്കുക, പെനാൾട്ടിയിൽ ജയിക്കുക എന്നൊക്കെ ഒരാളും വിചാരിക്കില്ല. പി എസ് ജി ഇപ്പൊ 2 പ്രാവശ്യം എടുത്ത്, ഇനി എടുക്കണമെന്നില്ല. ഇതും തന്നെ സപ്പോർട്ട് ചെയ്തത് PSG ആണ്. പക്ഷെ ഹാസനില് ജയിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ജയിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചാനെ. പക്ഷെ ഇങ്ങനെ കളിച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും വിഷമം തന്നെ. ഇങ്ങനെ കളിച്ച് അവര് സീസൺ മൊത്തം ഡിഫെൻഡ് ചെയ്താണ് ജയിച്ചത്. വല്ലാത്തൊരു ഫൈനല് വരുന്നു. ആർസണൽ ഫാൻസിനൊക്കെ തന്നെ ഇപ്പൊ ശരിക്കും എന്താണ് ഇവന്മാർ ഇങ്ങനെ കളിച്ചതെന്ന് പറയാൻ ചിലപ്പോ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമെന്ന് അറിയില്ല, അവരെന്താ ചിന്തിക്കണെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ഡിഫെൻസ് ഓക്കെ, എതിരെ കവർ സ്കെയിൽ ചെയ്യും. അങ്ങനത്തെ സ്ട്രോങ് പ്ലേയേഴ്സ് ആണെങ്കിൽ അവർ ഡിഫെൻഡ് ചെയ്യണതിൽ ഒരു ലോജിക്ക് ഉണ്ട്. അവർക്ക് ഡിഫെൻഡ് ചെയ്ത് പെനാൽറ്റി വരെ എത്തിച്ച് ജയിക്കുക. ഇവർക്ക് ലാസ്റ്റ് ഇവരെ കണ്ട് എന്തിനാണ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യണത്? ഒരാള് 2 പേര് ഡിഫെൻഡ് ചെയ്താൽ പോലും അവർക്ക് കയറി ഗോൾ അടിക്കാനുള്ള ആളില്ല. അങ്ങനത്തെ പ്ലേയേഴ്സ് നിൽക്കുമ്പോ നമ്മൾ എന്തിനു ഡിഫെൻഡ് ചെയ്യണം? പോയി ആ ഒരു ലാസ്റ്റ് ആ 30 മിനിറ്റ് ആകുമ്പോൾ വേസ്റ്റ് ചെയ്ത് ഫുട്ബോൾ ഹിസ്റ്ററി തന്നെ ഉണ്ടായിട്ടില്ല. നിങ്ങളത്
എങ്ങനെ ഇത് എടുക്കണേന്ന് അറിയില്ല. ഓ, വല്ലാത്തൊരു മിസ് തന്നെ. ഇങ്ങനത്തെ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലും ഇങ്ങനത്തെ ഒരു രീതികള് ആദ്യമായിട്ടാണ് ഫുട്ബോളിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഡ്രോപ്പ് ഒക്കെ കാണുന്നത്. ഇപ്പൊ ഒരു പ്രീമിയർ ലീഗ് മിഡ് ടേബിൾ വന്നാലും അവരുടെ ടീമിന് ചിലപ്പോൾ അടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. അവരുടെ ടീം അങ്ങനെ അത്ര സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഒരു 1-1 ആയി കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പ്ലേയേഴ്സിന് ഇഞ്ചൂർ ആവാൻ തുടങ്ങി. അവരുടെ മെയിൻ ഫ്രണ്ട് ലൈനിൽ തന്നെ രണ്ട് കവൻസ്കെലിയും ഡെമ്മലും സബ് ചെയ്യപ്പെട്ട് അങ്ങനെ പിന്നെ വിറ്റീനിയ മാറുന്നു, ഫാബിയൻ റൂയിസ് മാറുന്നു, മാർക്യൂനസ് മാറുന്നു. ഇവരുടെ ആരും ഇല്ല. എന്നിട്ടാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ തോറ്റത്. എന്തായാലും PSG നല്ലൊരു നല്ലൊരു പിന്നെ ഇവന്മാരായതുകൊണ്ട് ടൈറ്റിൽ എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അല്ല, അവരുടെ ജേണി നല്ലായിരുന്നു. പക്ഷെ അവർക്ക് ഈ സിറ്റുവേഷനിലും അവര് ഹാൻഡിൽ ചെയ്ത് ടൈറ്റിൽ വിൻ ചെയ്ത് വേറെ ടീമൊക്കെ ആണെങ്കിൽ അവര് അടിക്കില്ലായിരുന്നു. വേറെ ഏത് ടീമാണെങ്കിലും ലിവർപൂള്, സിറ്റി, യുണൈറ്റഡ് ഒക്കെ ആരെങ്കിലും ഒരു പ്ലെയർ മാറിയാൽ തന്നെ ആ കളിയുടെ ഒരു മൊമെന്റ് എല്ലാം ഷിഫ്റ്റ് ആവും. അറ്റാക്ക് ചെയ്ത് തോപ്പിക്കാൻ നോക്കും, മാക്സിമം സ്കോർ മാക്സിമം ഷൂട്ട് ചെയ്യാനെങ്കിലും നോക്കും. ഇതെന്ത് കാണിക്കുന്നത്? വെറുതെ ഡിഫെൻഡ് ചെയ്യുക, പെനാൾട്ടി എത്തിക്കുക എന്നൊക്കെ വിചാരിക്കണ തന്നെ മണ്ടത്തരമാണ്. ശരിക്കും ബോട്ടിലിങ് കേട്ടാ. ഇതാണ് ഹൈപ്പ് ബോട്ടിലിങ് എന്നൊക്കെ പറയില്ലേ, ആ അതാണ് അവസ്ഥ. എന്തായാലും പ്രീമിയർ ലീഗ് ലിഫ്റ്റ് ചെയ്തല്ല. ഓക്കെ, ഒന്നും പറയാനില്ല. അപ്പൊ PSG സെക്കൻഡ് ടൈം വിൻ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്. ആർസണൽ ഇനി അടുത്ത വർഷം ഒന്നും ഇങ്ങനെ ഒന്നും എത്താൻ പറ്റുമെന്ന് അറിയില്ല. ബാക്കി ടീം എല്ലാം സ്ട്രെങ്തൻ ചെയ്യും. ശരിക്കും PSG നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനുണ്ട്. അവരുടെ സ്ക്വാഡൊക്കെ ബെഞ്ചിൽ നിന്ന് വന്നതൊക്കെ അവരുടെ സ്റ്റാൻഡേർഡ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും കൺഗ്രാറ്റ്സ് ടു PSG. ഡിസർവിങ് ആണ്. അവരുടെ ആ ടീമിനെ വെച്ച് അവരങ്ങനെ നിലനിന്ന് അവർക്ക് അറ്റാക്ക് അവരങ്ങനെ അവരാണ് ശരിക്കും ഡിഫെൻഡ് ചെയ്യണത്. അങ്ങനെ ടീമിന്റെ മാറ്റം വരുമ്പോ ലൂയിസ് എൻട്രിക്ക് അങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നില്ല. അതേപോലെ തന്നെ അവര് പെർഫോം ചെയ്ത് എല്ലാ ഡിഫൻസ് കണ്ടിന്യൂ ചെയ്ത് വല്ലാത്തൊരു സിറ്റുവേഷൻ. ഫുട്ബോളിൽ ഇങ്ങനൊന്നും അധികം കാണാത്തതാണ്. പ്രത്യേകിച്ച് ഫൈനലില് എന്നത് 1-0 ഹവേർട്സ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യണതിൽ ഒരു അർത്ഥമുണ്ട്. ഒരു ഗോള് ഡിഫെൻഡ് ചെയ്ത് ജയിക്കുക. 1-1 ആയപ്പോ പിന്നെ കളി ഒന്ന് ഓപ്പൺ അപ്പ് ആയി. 1-1 ആയപ്പോ ഓപ്പൺ അപ്പ് ആയിരുന്നു. ശരിക്കും അത് കഴിഞ്ഞിട്ട് 90 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും PSG ഒരു ത്രെറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യായിരുന്നു. എക്സ്ട്രാ ടൈം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴും വിറ്റീന് ഇറങ്ങിയപ്പോഴെങ്കിലും അവർക്ക് യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അപ്പോഴേക്കും മൊത്തം സ്കോഡ് മാറിയിട്ടുണ്ടായിരുന്നു PSG. അതും ഒരു യൂട്ടിലൈസ് ഒരു ഷോട്ട് 1-2 ഷോട്ടൊക്കെ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞ ഫൈനലിൽ അതൊരു വേസ്റ്റ് തന്നെ തോന്നണത്. ശരിക്കും അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ടൈറ്റിൽ അടിക്കുക. പെനാൾട്ടി നടക്കട്ടെ എന്നും പറഞ്ഞ് പെനാൾട്ടിക്ക് വേണ്ടി കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റായുള്ള ഒരു കോൺഫിഡൻസിലാണ്. എന്നിട്ട് രണ്ടുപേര് പുറത്തു, ഗബ്രിയലും ഒക്കെ പുറത്തടിച്ച് കളഞ്ഞു. ആ ഗോളിയാണെങ്കിൽ വേറെ സൈഡിലോട്ടൊക്കെയാണ് ചാടുന്നത് എല്ലാ പെനാൾട്ടിയും. എന്നിട്ടും റായാണെങ്കിൽ സേവ് ചെയ്ത് കൊടുത്തു. റായാണെങ്കിൽ പിന്നെ വണ്ണോണൊക്കെ സേവ് ചെയ്തായിരുന്നു. ഡിസർവിങ് ആയിരുന്നു. പുള്ളി നല്ല ഡിസർവിങ് ആയിരുന്നു. പക്ഷെ അവരുടെ ടാക്ടീഷ്യൻ നല്ല ശോകമായിരുന്നു. അത് തന്നെ പറയാനുള്ളൂ. അപ്പൊ ഗെയിം